ഇത് ഒരു നോർമൽ ഡാൻസ് വീഡിയോ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ വീഡിയോ. സംഭവം നടന്നിരിക്കുന്നത് അങ്ങ് അമേരിക്കയിലാണ്. US-ലുള്ള വാഷിങ്ടൺ DC-യിലെ വേൾഡ് വാർ II മെമ്മോറിയലിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഒറിജിൻ എന്ന് വിളിക്കാവുന്ന 2 പേര് ചേർന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത്. ഡാൻസ് വീഡിയോ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്ത് മിനിറ്റുകൾക്കകം ഒരുപാട് വിമർശനങ്ങൾ വരാൻ തുടങ്ങി, എസ്പെഷ്യലി US ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന്. കാരണം അവരുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മാരകങ്ങളിൽ ഒന്നായ വേൾഡ് വാർ II മെമ്മോറിയൽ അതിനെ അപമാനിക്കുന്ന രീതിയിൽ അതിൻ്റെ മുൻപിൽ നിന്ന് ഡാൻസ് കളിച്ചു എന്നതായിരുന്നു വിമർശനങ്ങൾക്ക് കാരണം. അങ്ങനെ ഡാൻസ് വീഡിയോ വൈറലുമായി, ഡാൻസ് കളിച്ച ബോയും ഗേളും എയർലുമായി. വിസ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തപ്പോൾ ആൾക്ക് നോൺ ഇമിഗ്രൻ്റ് വിസയാണ്. സോ താമസിയാതെ തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യം പുള്ളിക്കാരനുണ്ടാകും. എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ തെറ്റും ശരിയും അനലൈസ് ചെയ്യുന്ന ആൾക്കാരോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ സ്മാരകം, അവരുടെ ഒരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്, അത് എന്തു തന്നെയാണെങ്കിലും അതിന് വാല്യൂ കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മറ്റൊരു രാജ്യത്ത് നമ്മൾ ചെല്ലുമ്പോൾ ആ രാജ്യത്തിൻ്റേതായിട്ടുള്ള നിയമങ്ങളെയും അവിടുത്തെ ചരിത്ര സ്മാരകങ്ങളെയും ബഹുമാനിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇത് ഒരു വിദേശി നമ്മുടെ രാജ്യത്ത് വന്ന് ചെയ്താലും നമുക്ക് തോന്നുന്ന അതേ വികാരം തന്നെയാണ് അവർക്കും തോന്നുക. അപ്പോൾ വേൾഡ് വാർ II മെമ്മോറിയൽ പോലെയുള്ള ഒരു സ്മാരകം, ഒരുപാട് സോൾജേഴ്സിൻ്റെ സാക്രിഫൈസസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്മാരകം, അതിനെ അതേ രീതിയിൽ ബഹുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. അതങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ സംഭവിക്കുക. സിമിലർ ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഇങ്ങ് UAE-ലും നടന്നു. കഴിഞ്ഞ ദിവസം റാസൽ ഖൈമ എയർപോർട്ടിലെത്തിയ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു മലയാളി, കക്ഷിക്ക് കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് എയർപോർട്ടിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ ഫോണിൽ ഷൂട്ട് ചെയ്തു. പുള്ളിക്കാരൻ ഇപ്പോൾ നാഷണൽ സെക്യൂരിറ്റി വകുപ്പ് ചുമത്തി കസ്റ്റഡിയിലാണ്. ഈ രാജ്യം വളരെ നിർണായകമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാറി വരുന്ന നിയമങ്ങളും പാലിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. മിസൈൽ ഇൻ്റർസെപ്ഷൻ്റെയോ എയർപോർട്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതും അതിൻ്റെ ഫുട്ടേജസ് പബ്ലിഷ് ചെയ്യുന്നതും സർക്കുലേറ്റ് ചെയ്യുന്നതും ഒക്കെ ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്. അത് ഇല്ലീഗലാണ് എന്നുള്ള കാര്യം ഓൾറെഡി അബുദാബിയിലുള്ള ഇന്ത്യൻ എംബസി നമ്മുടെ എല്ലാ ആളുകൾക്കും ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളതുമാണ്. എന്നിട്ടും അത് വയലേറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് തന്നെയാണ് കിട്ടേണ്ടത്. സ്വന്തം രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് എത്തുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കേണ്ടത് തന്നെയാണ്. അത് ചെയ്യാൻ പറ്റാത്തവർ അവരവരുടെ രാജ്യത്ത് തന്നെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്. വയലേറ്റ് ചെയ്യുന്നവർ ശിക്ഷ അർഹിക്കുന്നുമുണ്ട്.